ഏവർക്കും ആൽബിൻസ് മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ലീനിയർ ഇനിക്വാളിറ്റീസ് എന്ന ചാപ്റ്ററിൽ നിന്ന് പ്രീവിയസ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻസിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഈ എപ്പിസോഡിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായും ഈ ചാപ്റ്റർ ഭംഗിയായി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണുക. എന്തെങ്കിലും സംശയമുള്ളവർ ഓൾറെഡി ഞാൻ ഇംപ്രൂവ്മെന്റ് സ്പെഷ്യൽ ക്ലാസ് എന്ന പേരിൽ ഈ ചാപ്റ്റർ 2 എപ്പിസോഡുകളായി ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണുക. വളരെ സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ചാപ്റ്ററാണ്. പുതിയ പാറ്റേണിൽ 4 മാർക്കിനാണ് ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് മിക്കവാറും ഈ ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും, ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും. 2020 മാർച്ചിൽ ചോദിച്ച പ്രോബ്ലം എഴുതിക്കോളൂ. സോൾവ് ഗ്രാഫിക്കലി 2x plus y greater than or equal to 4, x plus y less than or equal to 3, 2x minus 3y less than or equal to 6, x greater than or equal to 0, y greater than or equal to 0. Solution of system of linear inequalities with 2 variable. 2 വേരിയബിൾ ഉണ്ട്, ഒന്നിൽ കൂടുതൽ ലീനിയർ ഇനിക്വാളിറ്റീസ് ഉണ്ട്. സിസ്റ്റം ഓഫ് ലീനിയർ ഇനിക്വാളിറ്റി. ഇവയുടെ സൊല്യൂഷൻ കാണണമെങ്കിൽ ഏതാണ് മെത്തേഡ്? ഗ്രാഫിക്കൽ മെത്തേഡാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് ഇതിന്റെ സൊല്യൂഷൻ കാണണം അല്ലെ. ഈ ഇനിക്വാളിറ്റീസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കോമൺ റീജിയൻ ഉണ്ട്. ആ റീജിയൻ കണ്ടെത്തണം. ദാറ്റ് റീജിയൻ ഈസ് കോൾഡ് സൊല്യൂഷൻ റീജിയൻ, അല്ലെങ്കിൽ എന്താണ് ഫീസിബിൾ റീജിയൻ എന്ന് പറയും. അപ്പോൾ ആ കോമൺ പോർഷൻ കാണുന്നതിന് വേണ്ടി ഈ ഇനിക്വാളിറ്റിയുടെ പോർഷൻ അല്ലെ ഓരോ ലൈനിന്റെയും ഗ്രാഫ് വരയ്ക്കണം. സൊല്യൂഷൻ റീജിയൻ കാണുന്നതിന് വേണ്ടി നമുക്ക് ആദ്യത്തെ ഇനിക്വാളിറ്റി കൺസിഡർ ചെയ്യുക. ഈ ഇനിക്വാളിറ്റി ഇക്വേഷൻ ആക്കി എഴുതുക. 2x plus y equal to 4. ഇപ്പൊ ഇതെന്താണ്? ഒരു സ്ട്രൈറ്റ് ലൈൻ. ഈ സ്ട്രൈറ്റ് ലൈൻ അവിടെ എനിക്ക് വരയ്ക്കണം. അതിനുവേണ്ടി എന്ത് വേണം? 2 പോയിന്റ്സ് കണ്ടെത്തണം. ആ സ്ട്രൈറ്റ് ലൈനിന്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന 2 പോയിന്റ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ എളുപ്പ വഴി എന്താണ്? എക്സിന് 0 കൊടുക്കുക. ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം, ഞാൻ 0 കൊടുക്കുന്നു. എക്സ് 0 ആകുമ്പോൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ y ഈക്വൽ ടു എന്ത് കിട്ടും? 4. അടുത്ത് yക്ക് ഞാൻ 0 കൊടുക്കുന്നു. ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം, എളുപ്പത്തിന് വേണ്ടി ഞാൻ കൊടുക്കുന്നു. y 0 ആകുമ്പോൾ ഈ ഇക്വേഷൻ എന്തായി മാറും? 2x ഈക്വൽ ടു 4. 2x ഈക്വൽ ടു 4. അപ്പൊ x ഈക്വൽ ടു എന്ത് കിട്ടും? 2. ഉടൻ തന്നെ ഈ പോയിന്റ് അവിടെ മാർക്ക് ചെയ്യുക. ആദ്യത്തെ പോയിന്റ് എന്താണ്? x0 y4 അല്ലെ. ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ അറിയാം, x ആക്സിസ് വരയ്ക്കുക, y ആക്സിസ് വരയ്ക്കുക, പോയിന്റ്സ് മാർക്ക് ചെയ്യുക അല്ലെ. 1 2 3 4 5 6 എന്ന് x ആക്സിൽ ലെഫ്റ്റിലോട്ട് -1 -2, മേളിലോട്ട് 1 2 3, താഴോട്ട് -1 -2 -3 എക്സെട്രാ വരച്ചു കഴിഞ്ഞു. ആദ്യത്തെ പോയിന്റ് x0 y4, x ആക്സിസ് 0, y എന്താണ് 4 into 2. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? x2 y0, x ആക്സിസിൽ 2, ഹൈറ്റ് 0. അപ്പൊ ദിസ് ഈസ് ദ പോയിന്റ്. ഈ 2 പോയിന്റും ഉടൻ തന്നെ എന്ത് ചെയ്യുക? കണക്ട് ചെയ്ത് ഒരു സ്ട്രൈറ്റ് ലൈൻ കിട്ടും. കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്ട്രൈറ്റ് ലൈൻ കിട്ടും. നിർബന്ധമായും എക്സാമിനേഷന് സ്കെയിലും പെൻസിലും കൊണ്ടുപോവുക, നിങ്ങളുടെ സ്വന്തമായിട്ടുള്ളത്. ഓക്കെ, ഗ്രാഫ് പേപ്പറിലൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. എക്സാമിനേഷന്റെ സാധാരണ പേപ്പറിൽ തന്നെയാണ് ഈ ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്നത്. ലൈൻ വരച്ചു കഴിഞ്ഞു. വരച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ ഇനിക്വാളിറ്റി അവിടെ എഴുതുക, അല്ലെങ്കിൽ ഇക്വേഷൻ എഴുതുക. എന്തിന്റെ ഗ്രാഫാണ് ഇപ്പൊ വരച്ചത്? 2x plus y equal to 4 എന്ന് പറയുന്ന ലൈനാണ് ഈ വരച്ചത്. നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഈ ലൈനിന്റെ സൊല്യൂഷൻ അല്ല, ഈ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ ആണ്. അതായത് 2x plus y greater than or equal to 4 എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോർഷൻ ഒന്നുകിൽ ഈ ലൈനിന്റെ ലോവർ പോർഷൻ ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് അപ്പർ പോർഷൻ. അതായത് ഈ ഹോൾ റീജിയനെ ഈ ലൈൻ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തു. ഈ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ ഒന്നുകിൽ ഈ ലൈനിന്റെ ലോവർ പോർഷൻ, അല്ലെങ്കിൽ എന്താണ് അപ്പർ പോർഷൻ. ഞാൻ എന്ത് അസ്യൂം ചെയ്യുന്നു? ഈ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ ഈ ലൈനിന്റെ ലോവർ പോർഷൻ എന്ന് അസ്യൂം ചെയ്യുന്നു. ഈ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ എന്താണ്? ഈ ലൈനിന്റെ ലോവർ പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ ലോവർ പോർഷനിലുള്ള ഏത് പോയിന്റ് എടുത്ത് ഈ ഇനിക്വാളിറ്റി കൊടുത്താലും ആ ഇനിക്വാളിറ്റി ട്രൂ ആയിരിക്കണം. ആ ഇനിക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യണം. ഇവിടെയുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കാം. എളുപ്പത്തിന് വേണ്ടി ഞാൻ എന്തെടുക്കുന്നു? ഒറിജിൻ 0 0 ഈ പോർഷനിൽ വരുന്ന ഒരു പോയിന്റ് അല്ലേ, അതെടുത്ത് ഇവിടെ കൊടുക്കുന്നു. ഈ ഇനിക്വാളിറ്റിയിൽ എന്ത് കിട്ടും? x0 y0. അപ്പൊ എന്ത് കിട്ടി? 0 greater than or equal to 4 എന്ന് കിട്ടി. എന്താണ്? ഈ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ ലോവർ പോർഷൻ അസ്യൂം ചെയ്തു. ലോവർ പോർഷനിലെ ഒരു പോയിന്റ് എടുത്ത് ഇനിക്വാളിറ്റി കൊടുത്തു. അപ്പൊ ഇനിക്വാളിറ്റി എന്ത് കിട്ടി? 0 greater than or equal to 4. 4നേക്കാളും വലുതാണ് 0 എന്ന് കിട്ടി. വിച്ച് ഈസ് റോങ്. ഈ ഇനിക്വാളിറ്റി ഇവിടെയുള്ള പോയിന്റ് സാറ്റിസ്ഫൈ ചെയ്തില്ല. അപ്പോൾ ഞാൻ താഴോട്ട് എന്ന് അസ്യൂം ചെയ്തത് തെറ്റ്. താഴോട്ട് അല്ലെങ്കിൽ പിന്നെ എങ്ങോട്ട്? മേളിലോട്ട്. സോ ഈ ലൈനിന്റെ സൊല്യൂഷൻ എന്താണ്? മേളിലോട്ടാണ് എന്ന് ഉറപ്പിക്കാം. മൊത്തം ഷെയ്ഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഹിന്റ് കാണിച്ചാൽ മതി, ജസ്റ്റ് ഒരു സൂചന കൊടുത്താൽ മതി. മേളിലോട്ടാണ് ഈ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ.
ഇതേപോലെ അടുത്ത ഇനിക്വാളിറ്റി കൺസിഡർ ചെയ്യുക. അതിനുവേണ്ടി ആദ്യം ആ ലൈന്റെ ഇക്വേഷൻ, ഈ ഇനിക്വാളിറ്റി ഇക്വേഷൻ ആക്കി എഴുതുക. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 3. എന്നിട്ട് ആ ലൈൻ അവിടെ പ്ലോട്ട് ചെയ്യണമെങ്കിൽ പോയിന്റ് കാണണം. നിങ്ങൾക്കറിയാം എക്സ് 0 കൊടുത്താൽ വൈ ഈക്വൽ ടു എന്ത് തന്നെയാണ് 3. തിരിച്ച് വൈക്ക് 0 കൊടുത്താൽ വൈ 0 ആയാൽ എക്സ് ഈക്വൽ ടു 3. സിമ്പിൾ. ആദ്യത്തെ പോയിന്റ് എക്സ് 0 വൈ 3. എക്സ് ആക്സിസിൽ 0 വൈ ആക്സിസിൽ 3 ഇൻറ്റു 2. നെക്സ്റ്റ് എക്സ് ആക്സിസിൽ 3 വൈ ആക്സിസിൽ 0. എക്സ് ആക്സിസിൽ 3 വൈ ആക്സിസിൽ 0. രണ്ട് ഇൻറ്റും തമ്മിൽ എന്ത് ചെയ്യുക? വീണ്ടും കണക്ട് ചെയ്യുക. അല്ലെ, ഭംഗിയായിട്ട് ഗ്രാഫ് വരയ്ക്കുക. വരച്ചു. അപ്പോൾ ഉടൻ തന്നെ ആ വരച്ചു കഴിഞ്ഞ ഉടൻ തന്നെ ആ ഇനിക്വാളിറ്റി അല്ലെങ്കിൽ ആ ഇക്വേഷൻ എഴുതുക. രണ്ടാമത്തെ എന്തായിരുന്നു? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 3. അതിന്റെ ഗ്രാഫാണ് ഞാൻ ഇപ്പോ വരച്ചത്. വീണ്ടും ഈ ലൈൻ അല്ലെ, ഇതാണ് ഇപ്പോ വരച്ച ലൈൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഏതാണ്? എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ ആണ് കാണേണ്ടത്. അപ്പോൾ ഈ ലൈനിന്റെ ലോവർ പോർഷൻ അല്ലെങ്കിൽ അപ്പർ പോർഷൻ ആയിരിക്കും സൊല്യൂഷൻ. അപ്പോൾ ഈ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ ഒന്നുകിൽ ഈ ലൈനിന്റെ ലോവർ പോർഷൻ അല്ലെങ്കിൽ അപ്പർ പോർഷൻ. ഞാൻ എന്ത് ചെയ്യുന്നു? ലോവർ പോർഷൻ എന്ന് അസ്യൂം ചെയ്യുന്നു. എന്നിട്ട് ലോവർ പോർഷനിലുള്ള ഒരു പോയിന്റ് 0 0 ഇവിടെ കൊടുക്കുന്നു. എക്സിനും 0 വൈക്കും 0. എക്സ് 0 വൈ 0 ആയപ്പോ എന്ത് കിട്ടി? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 വിച്ച് ഈസ് ട്രൂ. ഞാൻ എന്ത് ചെയ്തു? ഈ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ താഴോട്ട് അസ്യൂം ചെയ്തു. താഴെയുള്ള ഒരു പോയിന്റ് കൊടുത്തപ്പോൾ ഇനിക്വാളിറ്റി ട്രൂ. അപ്പോൾ നമ്മുടെ അസംഷൻ കറക്റ്റ്. അപ്പോൾ ഈ ലൈനിന്റെ സൊല്യൂഷൻ താഴോട്ട്, ഇവന്റെ സൊല്യൂഷൻ എങ്ങോട്ടാണ്? താഴോട്ട്. ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് 2x minus 3y less than or equal to 6 എന്ന ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ കാണണം. അതിനുവേണ്ടി അതിനെ ഇക്വേഷൻ ആക്കി എഴുതി. ഇനി പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. x 0 ആകുമ്പോൾ ശ്രദ്ധിക്കുക -3y ഈക്വൽ ടു 6. y ഈക്വൽ ടു 6/-3 ദാറ്റ് ഈസ് -2 എന്ന് കിട്ടും. നെക്സ്റ്റ് y 0 ഇത് 0. അപ്പൊ 2x ഈക്വൽ ടു 6. x ഈക്വൽ ടു എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. പോയിന്റ് ആദ്യത്തെ പോയിന്റ് എന്താണ്? x 0 ആകുമ്പോൾ y -2. തെറ്റിക്കാതെ മാർക്ക് ചെയ്യുക. x 0 y -2. x 0 ആകുമ്പോൾ y വാല്യൂ -2 ഇൻറ്റു 2. നെക്സ്റ്റ് x 3 ആകുമ്പോൾ y വാല്യൂ 0. x ആക്സിസിൽ 3 y വാല്യൂ 0. ഈ പോയിന്റ് തന്നെയാണല്ലോ അല്ലേ? ഓക്കെ, അവ തമ്മിൽ എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക. വരച്ചു. ഉടൻ തന്നെ ആ ഇക്വേഷൻ എഴുതുക. എന്താണ്? 2x minus 3y equal to 0. ഇനി ഇപ്പൊ വരച്ച ഈ ലൈൻ അല്ലേ, ഈ ലൈൻ നമുക്ക് എന്താണ്? ഈ ലൈൻ വരച്ചു കഴിഞ്ഞു. നമുക്ക് കാണേണ്ടത് ഈ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ ആണ്. ഈ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ ഒന്നുകിൽ ഈ ലൈനിന്റെ മേളത്തെ പോർഷൻ അല്ലെങ്കിൽ ഈ ലൈനിന്റെ ലോവർ പോർഷൻ, ഒന്നുകിൽ അപ്പർ പോർഷൻ അല്ലെങ്കിൽ ലോവർ പോർഷൻ. ഞാൻ എന്ത് അസ്യൂം ചെയ്യുന്നു? ഈ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ ഈ ലൈനിന്റെ മേളോട്ടുള്ള പോർഷൻ എന്ന് അസ്യൂം ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ മുകളിലുള്ള ഏത് പോയിന്റ് എടുത്ത് ഇവിടെ കൊടുത്താലും ആ ഇനിക്വാളിറ്റി ട്രൂ ആയിരിക്കണം. ഞാൻ മേളിലുള്ള ഒരു പോയിന്റ് ആരാണ്? 0 0 ഇതിന് കൊടുക്കുന്നു. x 0 y 0 എന്ത് കിട്ടി? x 0 y 0. അപ്പൊ ലെഫ്റ്റ് സൈഡ് മൊത്തം 0. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. 6-നേക്കാളും ചെറുതാണ് 0. ട്രൂ ആണ്. ഇനിക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്തു. അപ്പൊ മുകളിലോട്ടുള്ളത് സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ ഈ ലൈനിന്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ ഈ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ എന്താണ്? മേളിലോട്ടാണെന്ന് ഉറപ്പിച്ചു. ഇനി രണ്ടാൾക്കാരുണ്ട്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എക്സ് പോസിറ്റീവ്. എക്സ് വാല്യൂ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങോട്ടാണ്. അത് പ്രത്യേകിച്ച് വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ മൊത്തം വരും. അതിന്റെ ആവശ്യമില്ല. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് വാല്യൂ പോസിറ്റീവ്. അടുത്ത് y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ y വാല്യൂ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്ക് ചെയ്യേണ്ട കോമൺ പോർഷൻ മസ്റ്റ് ബി ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്നാണ് ഈ രണ്ട് ഇനിക്വാളിറ്റി സൂചിപ്പിക്കുന്നത്. അത് പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ആക്കണ്ട. എക്സ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ ഇതിന് ശേഷം, y പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ y വാല്യൂ ഇതിന് ശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ റീജിയൻ മസ്റ്റ് ബി ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. കൂടാതെ ഈ മൂന്ന് ഇനിക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യുകയും വേണം. ആ പോർഷൻ ഏതാണ്? അപ്പൊ നമുക്ക് ഷെയ്ഡ് ചെയ്യേണ്ടത് ഫസ്റ്റ് ക്വാഡ്രന്റ് ഉറപ്പിച്ചു. ഒപ്പം ഈ മൂന്ന് ഇനിക്വാളിറ്റിയും സാറ്റിസ്ഫൈ ചെയ്യുന്ന പോർഷൻ, മൂന്ന് ഇനിക്വാളിറ്റിക്കും കോമൺ ആയിട്ട് ഒരു പോർഷൻ നോക്കിക്കോ. ഈ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ മേലോട്ടാണ്. ഈ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ എന്താണ്? മേലോട്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും താഴോട്ട് ഒരിക്കലും എന്ത് വരത്തില്ല? സൊല്യൂഷൻ റീജിയൻ വരത്തില്ല. പറഞ്ഞു പിടികിട്ടിയായിരുന്നു? ഈ ലൈൻ അതിന്റെ സൊല്യൂഷൻ മേലോട്ടല്ലേ? അപ്പൊ ലോവർ പോർഷൻ ഇനി പരിഗണിക്കേണ്ട ആവശ്യമേ ഇല്ല. ഞാൻ അത്രയും കട്ട് ചെയ്യും. താഴോട്ടിന് നോക്കണ്ട. അടുത്ത് അപ്പൊ നമ്മുടെ സൊല്യൂഷൻ എന്താണ്? ഇതിന് മേലോട്ടാണെന്ന് മനസ്സിലായി. അടുത്ത ഈ ലൈനിന്റെ സൊല്യൂഷൻ അങ്ങോട്ടാണ്. അപ്പൊ പിന്നെ ഇതിന് ഇപ്പുറത്തോട്ട് നോക്കണോ? വേണ്ട.
അപ്പോൾ ഇനി എന്താണ് മേലോട്ടാണ്, ഇതിന് ശേഷമാണെന്ന് ഉറപ്പിച്ചു. കാരണം ഈ ലൈൻ അങ്ങോട്ടാണ്, ഇതിന് ശേഷം. അടുത്ത് ഈ ലൈൻ ഇങ്ങോട്ടാണ്. അപ്പോൾ പിന്നെ എന്താണ്, അതിന് അപ്പുറത്തോട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഈ ചെറിയ triangular portion ആണ് നമ്മുടെ shaded portion, which is the solution region which satisfies all these inequalities. ശരിയാണോ നോക്കി നോക്ക്. ഇതിന് ഇപ്പുറത്തേക്കല്ലേ വരുന്നേ, ഇപ്പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2019 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ, നേരത്തെ സമാനമായ പ്രോബ്ലം. സോൾവ് ഗ്രാഫിക്കലി 2x plus 3y less than or equal to 12, x greater than or equal to 1, y greater than or equal to 2. മൂന്ന് ഇനിക്വാളിറ്റീസ് തന്നിട്ടുണ്ട്, രണ്ട് വേരിയബിൾ ആണ് അല്ലെ. സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇനിക്വാളിറ്റീസ് വിത്ത് 2 വേരിയബിൾസ്. അഗൈൻ സെയിം മെത്തേഡ്, ഗ്രാഫിക്കൽ മെത്തേഡ്. ആദ്യത്തെ ലീനിയർ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ കാണണം. അതിനുവേണ്ടി ആ ഇനിക്വാളിറ്റി ഞാൻ ഇക്വേഷൻ ആക്കി എഴുതി. അതിന്റെ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ പോയിന്റ്സ് കണ്ടെത്തണം. എക്സ് വാല്യൂ, വൈ വാല്യൂ. എക്സിന് ഞാൻ ആർബിട്രറി ആയിട്ട് 0 എന്ന് കൊടുത്തു. എക്സ് 0 ആകുമ്പോൾ 3y equal to 12, y equal to 12/3, that is 4. നെക്സ്റ്റ് വൈക്ക് 0 കൊടുക്കുക. y 0 ആകുമ്പോൾ 2x equal to 12, x equal to എന്ത് കിട്ടും? 6. ഉടൻ തന്നെ ആ പോയിന്റ് മാർക്ക് ചെയ്യുക. x 0 y 4, x 0 y 4 into 2. നെക്സ്റ്റ് x 6 y 0, x ആക്സിസിൽ 6, ഹൈറ്റ് 0, x ആക്സിസിൽ 6 y 0. ഉടൻ തന്നെ ആ പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഉടൻ തന്നെ ആ ഇക്വേഷൻ എഴുതുക. ഓക്കെ, എന്താണ് ഇക്വേഷൻ? 2x plus 3y equal to 12. ആ ലൈനാണ് ഞാൻ വരച്ചത്. നമുക്ക് എന്താണ് കാണേണ്ടത്? ഈ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ലൈനിന്റെ ലോവർ പോർഷൻ അല്ലെങ്കിൽ അപ്പർ പോർഷൻ ആയിരിക്കും ഈ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ ഈ ലൈനിന്റെ ലോവർ പോർഷൻ ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഈ ലോവർ പോർഷനിലെ ഏത് പോയിന്റ് എടുത്ത് ഇവിടെ കൊടുത്താലും ആ ഇനിക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യണം. ലോവർ പോർഷനുള്ള ഒരു പോയിന്റ് ആണ് ഒറിജിൻ. എളുപ്പത്തിന് വേണ്ടിയാണ് 0 കൊടുക്കുന്നത് കേട്ടോ. 1,0, 1,1 അങ്ങനെ ഇഷ്ടം പോലെ പോയിന്റ് കൊടുക്കാം. എളുപ്പത്തിന് വേണ്ടി ഞാൻ ഒറിജിൻ കൊടുക്കുന്നു. 0, x 0 y 0. എന്ത് കിട്ടി? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12, which is true. 12-നേക്കാളും ചെറുതല്ലേ 0? ശരിയാണ്. അപ്പോൾ ഞാൻ ഇതിന്റെ സൊല്യൂഷൻ താഴോട്ടെന്ന് അസ്യൂം ചെയ്ത് കറക്റ്റ് ആണ്. സോ ഇതിന്റെ റീജിയൻ താഴോട്ടാണ്. നെക്സ്റ്റ് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. പോയിന്റ് ഒന്നും കാണേണ്ട ആവശ്യമില്ല, ഒരൊറ്റ വേരിയബിളേ ഉള്ളൂ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ആ ലൈൻ വരയ്ക്കാം. x ഈക്വൽ ടു 1. എന്താണ് x ഈക്വൽ ടു 1? x ആക്സിസിൽ 1 എടുക്കുക അല്ലേ, y ആക്സിസിന് പാരലൽ ആയിട്ട് വരയ്ക്കുക. നിങ്ങൾക്കറിയാം x ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈനിന്റെ ഗ്രാഫ് വരയ്ക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. which is the graph of എന്താണ്? x equal to 1. നമുക്ക് കാണേണ്ടത് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ലൈനിന്റെ ലെഫ്റ്റ് പോർഷൻ അല്ലെങ്കിൽ റൈറ്റ് പോർഷൻ ആയിരിക്കും സൊല്യൂഷൻ. ഈ ലൈനിന്റെ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് ആയിരിക്കും സൊല്യൂഷൻ. ഞാൻ എന്ത് അസ്യൂം ചെയ്യുന്നു? ഈ ലൈനിന്റെ ലെഫ്റ്റ് ആണ് സൊല്യൂഷൻ എന്ന് അസ്യൂം ചെയ്യുന്നു. ഏതിന്റെ? ഈ ഇനിക്വാളിറ്റിയുടെ. അപ്പൊ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റിലോട്ടുള്ള ഏത് പോയിന്റും സാറ്റിസ്ഫൈ ചെയ്യണം ആ ഇനിക്വാളിറ്റി. അപ്പൊ ഞാൻ എക്സിന് എന്ത് കൊടുക്കുന്നു? ഒറിജിൻ 0 അല്ലെ. അപ്പൊ x 0 y 0. ഇവിടെ x മാത്രമേ ഉള്ളൂ. അപ്പൊ എക്സിന് 0 കൊടുത്താൽ 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് കിട്ടും. എന്താണ്? ഈ ലെഫ്റ്റിലോട്ടുള്ള ഈ ലൈനിന്റെ ലെഫ്റ്റിലോട്ടുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്ത് ഈ ഇനിക്വാളിറ്റി കൊടുക്കുക. ഞാൻ ഒറിജിൻ ചൂസ് ചെയ്തു 0. അപ്പൊ x 0 കൊടുത്തപ്പോൾ 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഒന്നിനേക്കാളും വലുതാണ് 0 എന്ന് കിട്ടി. തെറ്റ്. അപ്പോൾ ഞാൻ ലെഫ്റ്റിലോട്ടാണ് അസ്യൂം ചെയ്തത്. തെറ്റ്. അപ്പോൾ ഈ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ എന്താണ്? റൈറ്റിലോട്ടാണ്. ഈ ലൈനിന്റെ റൈറ്റ് സൈഡ് ആണ് സൊല്യൂഷൻ. നെക്സ്റ്റ് y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു 2. y ആക്സിസിൽ 2 എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്തു. x ആക്സിസിന് പാരലൽ ആയിട്ട് വരയ്ക്കുക. നിങ്ങൾക്കറിയാം. സോ y ആക്സിസിൽ 2 എന്ന് പറയുന്ന പോയിന്റ് ചൂസ് ചെയ്തു. x ആക്സിന് പാരലൽ ആയിട്ട് വരയ്ക്കുക. This is the equation of the line. എന്താണ്? y equal to 2. നമുക്ക് കാണേണ്ടത് ഈ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ. ഈ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ ഒന്നുകിൽ ഈ ലൈനിന്റെ എന്താണ്? ലോവർ പോർഷൻ അല്ലെങ്കിൽ അപ്പർ പോർഷൻ. ഞാൻ എന്ത് അസ്യൂം ചെയ്യുന്നു? ലോവർ പോർഷൻ. ഈ ഒറിജിൻ ഉള്ള പോർഷൻ എപ്പോഴും അസ്യൂം ചെയ്യുക, അതാണ് എളുപ്പം. അപ്പൊ താഴോട്ടാണെന്ന് അസ്യൂം ചെയ്യുന്നു. അതായത് 0 ഈ ഇനിക്വാളിറ്റി കൊടുക്കുക. x 0 y 0 y യും 0. അപ്പൊ 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2.
ഞാൻ എന്താ അസ്യൂം ചെയ്തത്? താഴോട്ടെന്നാണ് അസ്യൂം ചെയ്തത്. അപ്പോൾ ഇനിക്വാളിറ്റി എന്ത് കിട്ടി? 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 വലുത് 0 എന്ന് കിട്ടി, വിച്ച് ഈസ് റോങ്. അപ്പൊ ഞാൻ താഴോട്ടെന്ന് അസ്യൂം ചെയ്ത് തെറ്റ്. അപ്പൊ സൊല്യൂഷൻ എങ്ങോട്ടാണ്? ഈ ഇനിക്വാളിറ്റിയുടെ മേളിലോട്ടാണ്. y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ന്റെ സൊല്യൂഷൻ ഈ ലൈന്റെ മേൽഭാഗമാണ്. ഇനി നമുക്ക് കാണേണ്ടത് ഈ 3 ഇനിക്വാളിറ്റിയും സാറ്റിസ്ഫൈ ചെയ്യുന്ന കോമൺ പോർഷൻ. വെരി സിമ്പിൾ. നമ്മുടെ സൊല്യൂഷൻ റീജിയൻ മസ്റ്റ് ബി, ഈ ലൈനിന്റെ സൊല്യൂഷൻ എങ്ങോട്ടാണ്? മേളിലോട്ടാണ് അല്ലെ? ഇതിന് മേളിലോട്ട്. അപ്പൊ ഒരു കാരണവശാലും നമ്മുടെ ഇനിക്വാളിറ്റിയുടെ നമ്മുടെ സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ ഒരിക്കലും ഈ ലൈനിന്റെ താഴെ വരത്തില്ല അല്ലെ? ഈ സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ ഒരിക്കലും ഇതിന്റെ താഴെ വരത്തില്ല. അപ്പോൾ ഇതിന് മേളിലോട്ടായിരിക്കും. ഇതിന് മേളിലോട്ടുള്ള പോർഷൻ മാത്രമേ പരിഗണിച്ചാൽ മതി. മേളിലോട്ടാണ്. അടുത്ത് ഇവൻ പറയുന്നത് എന്താണ്? നമ്മുടെ സൊല്യൂഷൻ എന്താണ്? ഇതിന് ഇപ്പുറത്തേക്കാണെന്നാണ്. അപ്പൊ പിന്നെ ഇനി ഇതിന് ഇപ്പുറത്തേക്കുള്ള പോർഷൻ നോക്കണോ? ഇപ്പുറത്തേക്കുള്ള പോർഷൻ നോക്കണ്ട. ഇനി റൈറ്റ് സൈഡിലോട്ട് നോക്കിയാൽ മതി. റൈറ്റ് സൈഡിലോട്ടുള്ള പിന്നെ പോർഷൻ എന്താണ്? ഈ ഒരു ചെറിയ ട്രയാങ്കുലർ പോർഷൻ മാത്രം, which is the solution region. ശരിയാണോ എന്ന് വെരിഫൈ ചെയ്ത് നോക്കി നോക്ക്. ഈ പോർഷൻ 3 ഇനിക്വാളിറ്റിയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഈ പോർഷൻ നോക്കി നോക്ക്. ഈ ഇനിക്വാളിറ്റി ഇങ്ങോട്ടാണ് അപ്പൊ വരുന്നുണ്ട്, ഇത് താഴോട്ടാണ് വരുന്നുണ്ട്, അടുത്തത് മേളിലോട്ടാണ് വരുന്നുണ്ട്. അപ്പോൾ this is the shaded region. Shaded region gives the solution region എന്ന് ഉറപ്പിച്ച് പറയാം. ഇനി ചിലർക്കെങ്കിലും സംശയം കാണും, സാർ എന്തുകൊണ്ട് ഇവിടെ മാർക്ക് ചെയ്തില്ല? ഈ പോർഷൻ എന്തുകൊണ്ട് മാർക്ക് ചെയ്തില്ല? എന്തുകൊണ്ടാണ് മാർക്ക് ചെയ്യാത്തത്? ഈ ലൈനിന്റെ സൊല്യൂഷൻ അങ്ങോട്ടല്ലേ, അപ്പൊ ഈ പോയിന്റ് മാർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇങ്ങനെ നിങ്ങൾക്ക് തന്നെ സ്വയം ആൻസറിലേക്ക് എത്താൻ സാധിക്കും. NDC കിട്ടി 4 മാർക്ക്. ക്വസ്റ്റ്യൻ അഗൈൻ 2019 മാർച്ചിൽ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ. ആ വർഷം 6 മാർക്കിനാണ് ഈ ചാപ്റ്ററിൽ ചോദിച്ചത്. 4 മാർക്കിന് നേരത്തെ ഗ്രാഫ്, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. സോൾവ് 3 into x minus 2 by 5 less than or equal to 5 into 2 minus x by 3. ഇവിടെ എന്താണ്? സൊല്യൂഷൻ ഓഫ് ലീനിയർ ഇനിക്വാളിറ്റി വിത്ത് 1 വേരിയബിൾ. ഒരു വേരിയബിൾ, ഒരു ഇനിക്വാളിറ്റി. അപ്പൊ ഗ്രാഫിക്കൽ മെത്തേഡിന്റെ ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. സിമ്പിൾ സിംപ്ലിഫിക്കേഷൻ, ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ? 3 into 3 എന്ത് കിട്ടും? 9 into x minus 2 less than or equal to 5 into 5 25 into 2 minus x. സാധാരണ ഇക്വേഷൻസ് ചെയ്യുന്നത് പോലെ ചെയ്യാം. 9 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 9x minus 18 less than or equal to 25 into 2 50 minus 25x. എക്സിന്റെ ടേം എല്ലാം ഒരു സൈഡ് കൊണ്ടുവരിക. മൈനസ് 25x ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 25x. ഇവിടെ ഓൾറെഡി പ്ലസ് 9x ഉണ്ട്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ പ്ലസ് 50 ഉണ്ട്. കോൺസ്റ്റന്റ് എല്ലാം റൈറ്റ് സൈഡ് കൊണ്ടുവരുന്നു. മൈനസ് 18 അപ്പുറത്ത് വന്നു പ്ലസ് 18. ഇവിടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 34x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 68 എന്ന് കിട്ടും. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ 34 ഡിവൈഡ് ചെയ്യാം. ഒരു പോസിറ്റീവ് നമ്പർ ഡിവൈഡ് ചെയ്താൽ നോ പ്രോബ്ലം. പക്ഷെ ഒരു നെഗറ്റീവ് നമ്പർ ഡിവൈഡ് ചെയ്താൽ ഇനിക്വാളിറ്റി വിൽ ബി റിവേഴ്സ്ഡ്. ഓർക്കുക, ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്താൽ ആ ഇനിക്വാളിറ്റിയുടെ സൈൻ വിൽ ബി റിവേഴ്സ്ഡ്. ആ ഒരു സംഗതി മാത്രമേ ഇതിനകത്ത് ഓർമ്മിക്കാനുള്ളൂ. ഇവിടെ ആ സംഗതിയും ആവശ്യമില്ല. 34 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 68/34 that is 2. അപ്പോൾ ഈ ലീനിയർ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ എന്താണ്? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. എക്സിന്റെ വാല്യൂ 2 അതിനേക്കാളോ ചെറുതായിട്ടുള്ള എല്ലാ റിയൽ നമ്പറും ഇതിന്റെ സൊല്യൂഷൻ ആയിട്ട് വരും. വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, എക്സ് എലമെന്റ് ഓഫ് എന്താണ് ഇന്റർവെലിന്റെ ഭാഷയിൽ എഴുതുന്നത്? ഓപ്പൺ ഇന്റർവെൽ -∞, 2 എന്ന് പറയുന്നത് ഇൻക്ലൂഡഡ് ആണ്, അതുകൊണ്ട് ക്ലോസ്ഡ് കൊടുക്കണം. ഈ ഈക്വൽ ടു ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ എന്ത് കൊടുത്താൽ മതിയായിരുന്നു? ഓപ്പൺ ബ്രാക്കറ്റ്. സോ എക്സ് എലമെന്റ് ഓഫ് ഓപ്പൺ ഇന്റർവെൽ -∞, 2 ന്റെ പോർഷൻ എന്താണ്? ക്ലോസ്ഡ്. ഇങ്ങനെയാണ് സൊല്യൂഷൻ കാണുന്നത്. വളരെ അപൂർവമായിട്ട് വേറൊരു രീതി ചോദിക്കാറുണ്ട്. സോൾവ് ദ സൊല്യൂഷൻ, സോൾവ് ദ ഇനിക്വാളിറ്റി ആൻഡ് റെപ്രസെന്റ് ദ സൊല്യൂഷൻ ഓൺ നമ്പർ ലൈൻ. അങ്ങനെ ചോദിക്കാറുണ്ട്. അത് ഈ വർഷം ചോദിച്ചില്ല, എങ്കിലും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ഈ ക്വസ്റ്റ്യന് ആ മെത്തേഡ് കൂടെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം അല്ലെ? നമ്പർ ലൈനിൽ ഇതിന്റെ സൊല്യൂഷൻ മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമ്പർ ലൈൻ ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക അല്ലെ? നമ്പർ ലൈൻ നിങ്ങൾക്കറിയാലോ, 0 1 2 3 4 അങ്ങ് വെക്കൊണ്ടേയിരിക്കും. ലെഫ്റ്റിലോട്ട് ഇതേപോലെ -1 -2 -3 വെക്കൊണ്ടേയിരിക്കും. നമ്മുടെ സൊല്യൂഷൻ എന്താണ്? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, രണ്ടും അതിനേക്കാളും ചെറിയായിട്ടുള്ള എല്ലാ റിയൽ നമ്പേഴ്സും 2 അല്ലെ? ആ 2 ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് ഞാൻ അവിടെ എന്ത് ചെയ്യുന്നു? ഒന്ന് ഡാർക്കൺ ചെയ്യണം. 2ന്റെ പോയിന്റ് ഡാർക്കൺ ചെയ്യുന്നു, അതായത് ഒരു സർക്കിൾ ഇട്ടിട്ട് ഡാർക്കൺ ചെയ്യണമെന്നാണ്. ഞാൻ ഡാർക്കൺ ചെയ്തു. അടുത്ത 2നേക്കാളും ചെറുത്, അപ്പോ 2നേക്കാളും ചെറുത് ഞാൻ ഇത് മുതൽ ഇങ്ങോട്ട് അതിനെന്ത് ചെയ്യണം? ഒന്ന് ഡാർക്കൺ ചെയ്ത് വരയ്ക്കുക. ഡാർക്കൺ ചെയ്തെന്ന് തോന്നുമോ? തോന്നണം. കടുപ്പിച്ച് വരയ്ക്കുക. നിങ്ങൾ പരീക്ഷയ്ക്ക് വേണമെങ്കിൽ
നമ്പർ ലൈൻ പെൻസിലിട്ട് വരച്ചതിന് ശേഷം അതിന്റെ പുറത്തൂടെ എന്ത് വരയ്ക്കുക, പെന്നിട്ട് വരച്ച് ഡാർക്കൺ ചെയ്യിപ്പിക്കുക. ഇതിന്റെ മീനിങ് എന്താണ്? ഈ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ രണ്ടും അതിനേക്കാളും ചെറുതായിട്ടുള്ള എല്ലാ റിയൽ നമ്പേഴ്സും വരും. ഇങ്ങനെയാണ് സൊല്യൂഷൻ നമ്പർ ലൈനിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. 2018 മാർച്ചിലെ എക്സാമിനേഷൻ ചോദിച്ച ക്വസ്റ്റ്യൻ, സോൾവ് 2x minus 1 by 3 greater than or equal to 3x minus 2 by 4 minus 2 minus x by 5. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലീനിയർ ഇനിക്വാളിറ്റി ആണ്. ഒരുപാട് വ്യത്യസ്തമായ രീതിയിൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് പറയാം. ഈ ഡിനോമിനേറ്ററിൽ ഇരിക്കുന്ന ടേമിന്റെ എൽസിഎം എന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാം പ്രോഡക്റ്റ് 5 into 4 20, 20 into 3 എന്താണ് 60. ഓരോ ടേമിനെയും 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 60 by 3 60/3 എന്ത് വരും 20. സോ 20 into 2x minus 1 greater than or equal to, ഇവിടെയും 60 മൾട്ടിപ്ലൈ ചെയ്യണം. 60 by 4 60/4 15 എന്ന് കിട്ടും. ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം ആ ടേം 3x minus 2 മൈനസ് ഇവിടെയും 60 മൾട്ടിപ്ലൈ ചെയ്യണം. 60/5 എന്ത് കിട്ടും 12. ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം ആ ടേം 2 minus x. ഫ്രാക്ഷൻസ് എല്ലാം പോയി കിട്ടിയില്ലേ? അതാണ് ഈസി മെത്തേഡ്. ഓക്കെ, ഇനി സാധാരണ സിംപ്ലിഫിക്കേഷൻ 20 into 2 40x. അടുത്ത 20 into minus 1 minus 20 greater than or equal to 15 into 3x എന്ത് കിട്ടും 45x. നെക്സ്റ്റ് minus 30. അടുത്തത് minus 12 2 മൾട്ടിപ്ലൈ ചെയ്താൽ minus 24. minus 12 minus x plus 12x. തെറ്റിക്കരുത്. എക്സിന്റെ ടേം എല്ലാം ഒരു സൈഡ് കൊണ്ടുവരിക, കോൺസ്റ്റന്റ് അല്ല റൈറ്റ് സൈഡ് കൊണ്ടുവരിക. ഇവിടെ 45x 12 ആഡ് ചെയ്താൽ എന്ത് കിട്ടും 57. അത് ലെഫ്റ്റിൽ വരുമ്പോൾ ഇവിടെ ഓൾറെഡി 40x ഉണ്ട്. ഇത് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും ഞാൻ പറഞ്ഞേ 57. അത് ഇപ്പോൾ വരുമ്പോൾ മൈനസ് 57x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ എന്താണ് മൈനസ് 30 മൈനസ് 24 ദാറ്റ് ഈസ് മൈനസ് 54. ഈ മൈനസ് 20 അപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 20. 40x മൈനസ് 57x എന്ത് കിട്ടും മൈനസ് 17x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ എന്ത് കിട്ടും മൈനസ് 34 എന്ന് കിട്ടും. നമുക്ക് കാണേണ്ട എക്സിന്റെ സൊല്യൂഷൻ ആണ്. സോ മൈനസ് 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡിങ് ബൈ മൈനസ് 17. അപ്പോൾ എന്ത് കിട്ടും ഇവിടെ മൈനസ് 17 ഡിവൈഡ് ചെയ്യുമ്പോൾ പ്ലസ് എക്സ്. നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇനിക്വാളിറ്റി റിവേഴ്സ് ചെയ്യണം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളത് എന്ത് എഴുതണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് എഴുതണം. ഇവിടെ മൈനസ് 34 ബൈ മൈനസ് 7 എന്ത് കിട്ടും 2. സോ നമ്മുടെ സൊല്യൂഷൻ എന്താണ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. വേണമെങ്കിൽ എങ്ങനെ എഴുതാം നേരത്തെ പോലെ ഇന്റർവെലിന്റെ ഭാഷയിൽ എക്സ് എലമെന്റ് ഓഫ് ഓപ്പൺ ഇന്റർവെൽ മൈനസ് ഇൻഫിനിറ്റി കോമ 2 2ന്റെ അവിടെ ക്ലോസ്ഡ് ആണ്. നേരത്തെ അതേ പ്രോബ്ലം 2018 മാർച്ചിൽ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ, ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യൻ ആണ് ആ വർഷം 4 മാർക്കിന് ചോദിച്ചത്. ദ ഗ്രാഫിക്കൽ സൊല്യൂഷൻ ഓഫ് എ സിസ്റ്റം ഓഫ് ലീനിയർ ഇനിക്വാളിറ്റീസ് ഗിവൺ ഇൻ ദ ഫിഗർ. First of all, write the equation of the lines L1, L2, L3 and write the inequalities satisfying this region. ഈ സൊല്യൂഷൻ റീജിയൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇനിക്വാളിറ്റീസും എഴുതണം. സാധാരണ ഇനിക്വാളിറ്റീസ് തന്നിട്ട് ഗ്രാഫ് വരച്ച് നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തും. അങ്ങനെയാണ് ചോദിക്കാറ്, അതിനാണ് സാധ്യത. പക്ഷെ 2018 മാർച്ചിൽ ഇത്തരം ഒരു പ്രോബ്ലമാണ് ചോദിച്ചത്. 2019 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷനും ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലമാണ് ചോദിച്ചത്. ഓക്കെ, അതുകൊണ്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം. നോക്കിക്കോളൂ. അപ്പൊ നമുക്ക് ഫിഗർ തന്നിട്ടുണ്ട്. 3 ലൈനിന്റെ ഇക്വേഷൻസ് ആദ്യം എഴുതണം. ആ ലൈനിന്റെ ഇക്വേഷൻ അറിയണമെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്റർ അറിയണം. ചുരുക്കി പറഞ്ഞാൽ ലീനിയർ ഇനിക്വാളിറ്റീസ് എന്ന ചാപ്റ്ററും സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്ററും കൂടെ മിക്സ് ചെയ്താണ് ഈ പ്രോബ്ലം ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. നോക്കിക്കോളൂ, L1 എന്ന് പറയുന്ന ലൈനിന്റെ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ ഓഫ് L1 ഈസ് എന്താണ്? y എന്ന് പറയുന്ന പോയിന്റ് എന്താണ് 1 ആണ്. എക്സ് ആക്സിസിന് പാരലൽ ആണ്. ലൈനിന്റെ ഇക്വേഷൻ എന്തായിരിക്കും നിങ്ങൾക്കറിയാം, y ഈക്വൽ ടു 1. എ ലൈൻ വിച്ച് ഈസ് പാരലൽ ടു എക്സ് ആക്സിസ് എങ്കിൽ എന്താണ് ഫോർമുല? എക്സ് ആക്സിസിന് പാരലൽ ആണെങ്കിൽ y ഈക്വൽ ടു ഡിസ്റ്റൻസ്. y ഈക്വൽ ടു ഡിസ്റ്റൻസ് 1. സോ y ഈക്വൽ ടു 1. വളരെ സിമ്പിൾ അല്ലേ? L1 കിട്ടി. നെക്സ്റ്റ് ഇക്വേഷൻ ഓഫ് L2. L2 എന്ന് പറയുന്ന ഇക്വേഷൻ എന്താണ്? ഒരു സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻ ആണ് ഇത്, നിങ്ങൾക്കറിയാം അല്ലെ? ഈ ലൈൻ എന്താണ്? y ഈക്വൽ ടു എക്സ്. എന്താണ്? y ഈക്വൽ ടു എക്സ്. ശരിയാണ്, നോക്കി നോക്കുക. ഈ പോയിന്റ് x2 ആയപ്പോൾ y2, x1 ആയപ്പോൾ y1, 1 1 2 2 അങ്ങനെ പോകുന്നു. അങ്ങനെ നമുക്ക് ഗസ് ചെയ്യാം. അല്ലെങ്കിൽ ഐഡന്റിറ്റി ഫംഗ്ഷൻ y ഈക്വൽ ടു എക്സ് ആണ്. സോ ഇക്വേഷൻ ഓഫ് L2 എന്താണ്? y ഈക്വൽ ടു എക്സ്. നെക്സ്റ്റ് L3.
അവിടെ മാത്രമേ ചെറിയൊരു പ്രശ്നമുള്ളൂ, എന്നാലും ചെയ്യാൻ പറ്റും. ഈ പോയിന്റ് എന്താണ്? x0 y4 0,4. ഈ പോയിന്റ് എന്താണ്? x4 y0. അപ്പൊ ഈ പോയിന്റ് 4,0, ഈ പോയിന്റ് 0,4. വി ഹാവ് ടു ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദിസ് ലൈൻ. രണ്ട് പോയിന്റ് അറിയാമെങ്കിൽ ലൈനിന്റെ ഇക്വേഷൻ കാണുന്ന ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. x minus x1 by x2 minus x1 equal to y minus y1 by y2 minus y1. അത് ഉപയോഗിച്ചാൽ ആൻസർ കിട്ടും. വേറെ ഒരു മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. ഈ സംഗതി എന്താണ്? എക്സ് ഇന്റർസെപ്റ്റ്, ഇത് മുതൽ ഇതുവരെയുള്ള ലെങ്ത് എക്സ് ഇന്റർസെപ്റ്റ് 4. അതേപോലെ y ആക്സിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് അതും 4. എക്സ് ഇന്റർസെപ്റ്റ് 4, y ഇന്റർസെപ്റ്റ് 4. എങ്കിൽ ഇക്വേഷൻ ഓഫ് ദ ലൈൻ നിങ്ങൾക്കറിയാം എന്താണ്? x by a plus y by b equal to 1. അങ്ങനെ പഠിച്ചിട്ടില്ലേ? ഇവിടെ എക്സ് ഇന്റർസെപ്റ്റ് എന്താണ്? എക്സ് ബൈ എ എന്തായിരുന്നു? 4. ഇതാണ് എ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, എക്സ് ഇന്റർസെപ്റ്റ് ദാറ്റ് ഈസ് 4 പ്ലസ് വൈ ബൈ ബി, വൈ ആക്സിസിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് ദാറ്റ് ഈസ് 4, വൈ ഇന്റർസെപ്റ്റ് എന്ന് പറയും ഈക്വൽ ടു 1. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? x പ്ലസ് വൈ ഈക്വൽ ടു 4 വിച്ച് ഈസ് ദ ഇക്വേഷൻ ഓഫ് L3. അല്ലേ? ഇത് മനസ്സിലാകാത്തവർ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഫോർമുല, രണ്ട് പോയിന്റ് എന്ന ലൈനിന്റെ ഇക്വേഷൻ കാണുന്ന ഫോർമുല ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്താലും ഇത് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പാർട്ട് ക്ലിയർ ആയി. L1, L2, L3 എന്ന് പറയുന്ന ലൈനിന്റെ ഇക്വേഷൻസ് കണ്ടെത്തി. ഈ സൊല്യൂഷൻ റീജിയൻ ആൻസർ ആയിട്ടുള്ള ലീനിയർ ഇനിക്വാളിറ്റീസ് നമുക്ക് കണ്ടെത്തണം. സിസ്റ്റം ഓഫ് ലീനിയർ ഇനിക്വാളിറ്റീസ്. അപ്പൊ അതിനുവേണ്ടി ആദ്യത്തെ ഇനിക്വാളിറ്റി കാണുന്നതിന് വേണ്ടി ഈ ലൈൻ കൺസിഡർ ചെയ്യുക. y ഈക്വൽ ടു 1. അതിന്റെ ഇനിക്വാളിറ്റി ഫോം എഴുതണം. ഒന്നുകിൽ എന്താണ് ഇതിന്റെ സൊല്യൂഷൻ? എന്താണ് ആ ഇനിക്വാളിറ്റി എന്ന് പറയുന്നത്? ഒന്നുകിൽ y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും, അല്ലെങ്കിൽ y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഈ രണ്ട് സാധ്യതയേ ഉള്ളൂ. അപ്പൊ ഇവിടെ എന്താണ്? y എന്ന് പറയുന്നത് ഈ ലൈനിന്റെ എന്താണ്? മേലോട്ടുള്ള പോർഷൻ ആണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഊഹിക്കാം എന്തായിരിക്കും? y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും ആദ്യത്തെ ഇനിക്വാളിറ്റി. എന്താണ്? y ഈക്വൽ ടു 1. അതാണ് ഈ ലൈൻ. ഇവിടെ ഇനിക്വാളിറ്റി ആയിട്ട് എഴുതുമ്പോൾ ഇതിന് രണ്ട് സാധ്യതകളുണ്ട്. ഒന്നുകിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആകാം, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഇവിടെ എന്താണ്? 1ന് മേലോട്ടല്ലേ, അതുകൊണ്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഈ മേളിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്ത് ഇനിക്വാളിറ്റി കൊടുക്കുക. അത് ട്രൂ ആണോ? ഈ മേലോട്ടുള്ള പോർഷൻ, ഈ ഷെയ്ഡഡ് പോർഷനുള്ള ഒരു പോയിന്റ് എടുത്ത് ഇവിടെ കൊടുക്കുക. അപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ട് ഇതാണ് ഇനിക്വാളിറ്റി. നെക്സ്റ്റ് രണ്ടാമത്തെ ലൈൻ എന്താണ്? y ഈക്വൽ ടു എക്സ്. അതിന്റെ സൊല്യൂഷൻ ഒന്നുകിൽ എന്തായിരിക്കും? y ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആയിരിക്കും, അല്ലെങ്കിൽ y എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആയിരിക്കും. ഇതിലേത് വരാം? എന്താണ് ഈ ലൈൻ? ഉദാഹരണം y ഈക്വൽ ടു എക്സ്, അതിന്റെ ലോവർ പോർഷൻ ആണ് വരുന്നത്, താഴോട്ട്. അപ്പോൾ എന്താകാം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആകാം. അപ്പോൾ ഇനിക്വാളിറ്റി എന്തായിരിക്കും? y ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യാൻ താഴോട്ടുള്ള അല്ലെങ്കിൽ ഈ ഫീസിബിൾ റീജിയനുള്ള ഒരു പോയിന്റ് എടുത്ത് ഈ ഇനിക്വാളിറ്റി കൊടുക്കുക. സാറ്റിസ്ഫൈ ചെയ്താൽ കറക്റ്റ് ആണ്, അത് സാറ്റിസ്ഫൈ ചെയ്യും. നെക്സ്റ്റ് അവസാനത്തെ എന്താണ്? ഈ ലൈൻ അതെന്താണ്? x പ്ലസ് വൈ ഈക്വൽ ടു 4. അതിന്റെ സൊല്യൂഷനും ഒന്നുകിൽ x പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആകും, അല്ലെങ്കിൽ x പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4. രണ്ട് സാധ്യതയല്ലേ ഉള്ളൂ. ഒന്നും മനസ്സിലായില്ലെങ്കിൽ കറക്കി കുത്തുക ഏതെങ്കിലും ഒന്ന്. ശരിയല്ലേ? അതിന്റെ ആവശ്യമില്ല, മനസ്സിലാക്കി പഠിക്കാം. x പ്ലസ് വൈ ലെസ് ദാൻ ആകാം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. വീണ്ടും ഇതാണ് ലൈൻ. ഈ ലൈനിന്റെ താഴോട്ടുള്ള പോർഷൻ ആണ് ഷെയ്ഡ് ചെയ്തപ്പോൾ ഇതിനകത്ത് വന്നത്, താഴോട്ട്. അപ്പൊ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആകാം. x പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഈ റീജിയനിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്ത് നിങ്ങൾ ഈ ഇനിക്വാളിറ്റി കൊടുക്കുക. കൊടുക്കുമ്പോൾ ഈ ഇനിക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്താൽ നമ്മൾ എഴുതിയത് ശരി, അല്ല എങ്കിൽ എന്ത് ചെയ്യണം? മറ്റേ ഇനിക്വാളിറ്റി എഴുതുക. 2018 മാർച്ച്, 2019 മാർച്ച്, 2020 മാർച്ച് ഈ 3 ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. തീർച്ചയായും വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണയായി ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കിട്ടും 4 മാർക്ക്, യാതൊരു സംശയവുമില്ല. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നെക്സ്റ്റ് ഡേ പുതിയൊരു ചാപ്റ്ററുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.